നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട എൻ്റെ ഷെയ്ഖും ജദ്ദുമായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ 12ാം ഉറൂസിന് വേണ്ടിയാണ്. നമുക്കറിയാം, ഒരു വ്യായാമകാലം കേരളം എന്നല്ല കർണാടക ഇവിടെ സമസ്ത മഷാവറംഗം ബഹുമാനപ്പെട്ട മാണിക്കോത്ത് ഉസ്താദ് അവർകൾ അസുഖം കാരണമാണ് വരാത്തത്. ആ വിദ്യാർത്ഥികൾ ചെലവിലേക്ക് 15,000 രൂപ സംഭാവന അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ. ഒരു വ്യായാമ കാലം കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് ഓൾ ഇന്ത്യ അത് വിട്ട് വേൾഡ് വരെ മഹാനവറുകൾക്ക് അവരെ സ്നേഹിക്കുന്ന വലിയൊരു മുഹിബ്ബീങ്ങളും വലിയൊരു വലവുമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ SYSന്റെ സിൽവർ ജൂബിലിക്ക് കോഴിക്കോട് ബീച്ച് അന്നൊരു സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ നമ്മുടെ മക്കത്തെ ഇമാം സയ്യിദ് അലവി മാലിക്കി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവറുകൾ പങ്കെടുത്ത പരിപാടിയിൽ ഞങ്ങൾ അന്ന് താജുൽ ഉലമയും ഉപ്പാപ്പയുടെ കൂടെ ഞാനും ഉണ്ടായപ്പോൾ അന്ന് ബീച്ച് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് കോഴിക്കോട്. ആ ഹോട്ടലിൽ ഞങ്ങള് മഹാനവറുകളെ കാണാൻ പോയപ്പോ ഒരു കസാലിന്റെ അടുത്ത് മഹാനവർ ഒരു വടി ഉപയോഗിച്ച് കിടക്കാവുന്ന ആളാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അലവി മാലിക്കി തങ്ങളെ. അദ്ദേഹത്തിന് ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ വടി ഇങ്ങനെ കസാരക്ക് നേരെ വെച്ചിട്ട് ഇൻതഅലൽ ഹബ്സ് എന്ന് പറഞ്ഞു. അപ്പോ സാധാരണ അപ്പാപ്പന്റെ അടുത്ത് അങ്ങനെ പറയാൻ ആർക്കും ധൈര്യപ്പെടില്ല. കാരണം കസാലിന്റെ ഇടയിൽ ഒരു ഇൻതഅൽ ഹബ്സ് എന്ന് പറഞ്ഞാൽ ഹബ്സിലാക്കില്ല. പക്ഷേ മഹാനവറുകൾ അത് പറഞ്ഞപ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെ പാപ്പ അവിടെ ഇരുന്ന് അതെല്ലാം കഴിഞ്ഞപ്പോ എന്നോട് അവരുടെ ഹാദിമ്യങ്ങൾ ചോദിച്ചു, ഇവരുടെ വല്ല കൃതികളും ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, കൃതികളായിട്ടൊന്നുമില്ല. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്ത് 2 സലാത്ത് മഹാനവറുകൾ ഏതു സമയത്തും പറഞ്ഞു കൊടുക്കും. ആ സലാത്ത് എല്ലാ ആളുകളോടും ചെല്ലാൻ മുത്തലക്കായിട്ടുള്ള ഇജാസത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇവിടെ ദലായിൽ ഖൈറാത്ത് ഖത്മ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി 12 വർഷത്തിന് ശേഷം നമ്മുടെ ഈ കമ്മിറ്റി ഭാരവാഹികളുടെ ആഭിമുഖ്യത്തിൽ ഇത് നടത്തി. അത് നടത്താൻ കാരണം താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവറുകൾ അവരുടെ വിറുദിൽ ഒരൊറ്റ മുടക്കവുമില്ലാതെ സ്ഥിരമായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതാണ് ഈ സലാത്തുകളൊക്കെ. ഉപ്പാപ്പ എപ്പോഴും പറയും, പൊളിഞ്ഞു പോകാത്ത അമലുണ്ടെങ്കിൽ അത് സലാത്ത് മാത്രമാണ്. അത് നമുക്ക് തന്നെ അറിയാലോ. ഖുർആനിൽ ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അല്ലാഹും മലായികത്തുകളും സലാത്ത് ചെല്ലണമെന്നാ പറയുന്നത്. അപ്പോ ആ സലാത്തിന്റെ മഹത്വം അത് മനസ്സിലാക്കിയ അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു സലാത്തിന്റെ പരിപാടി അങ്ങനെ സലാത്ത് കൊടുക്കാറേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അവരുടെ ഹാദിമീങ്ങൾ ആ റൂമിൽ പോയിട്ട് അലവി മാലിക് തങ്ങളെ എഴുതിയ കൃതി എടുത്തിട്ട് കൊണ്ടുവന്നു. ആ കൊണ്ടുവരാൻ പോയ സമയത്ത് അവരുടെ ഹാദിമീങ്ങളോട് ഈ വലിയ മക്കത്തെ പണ്ഡിതൻ പറയാണ്, ഹാദാ ഔലിയാഉൽ അക്ബർ. ആരെ ചൂണ്ടിട്ട്? ഉപ്പാപ്പനെ ചൂണ്ടി. അപ്പൊ ഞാന് ഉപ്പാപ്പനോട് പറഞ്ഞു, അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹാദാ ഔലിയാഉൽ അക്ബർ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ എനിക്ക് അതിന്റെ അർത്ഥം അറിയായിട്ടാണ്. അതെന്താന്ന് വെച്ചാൽ അപ്പൊ ഉപ്പാപ്പ അത്രയും വലിയ ആളാന്ന് ഞാൻ പറഞ്ഞു. അവര് പറഞ്ഞത് ഔലിയാഉൽ അക്ബർ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് വയസ്സ് കൂടുതലാണെന്നാണ് ആര് പറഞ്ഞത്?
മഹാനവറുകൾ പറഞ്ഞത്. അതിന്റെ അർത്ഥം വിനയത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഉപ്പാപ്പയുടെ ഒരു മുഖേ കാണുന്നുള്ളൂ. എപ്പോഴും ദേഷ്യം പിടിക്കുമെന്ന്, ദേഷ്യത്തില്ല എന്നുണ്ടെങ്കിൽ മഹാനവറുകൾക്ക് ഈ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല, ദർസ നടത്താൻ കഴിയില്ല, ദീനി ഹിദ്മത്ത് ചെയ്യാൻ കഴിയില്ല. കാരണം ആളുകൾ വന്ന് ചരടും വെള്ളവുമായി വന്നുകൊണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. ബുദ്ധിമുട്ടിക്കാന്നല്ല, സമയം ഉണ്ടാകും. അത് കാരണമായിരിക്കാം ഇങ്ങനെ ഒരു ജലാലിയത്തിന്റെ പവർ മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ അലവി മാലിക് തങ്ങൾ അടക്കമുള്ള ആളുകൾ അവരെ കാണുന്നത് ഏറ്റവും വലിയ ഒരു വലിയായിട്ട്, പാപ്പായിട്ട് കൂടുമ്പോഴേ പാപ്പനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം താമസിക്കുന്ന കരുവന്തിരുത്തി എൻ്റെ വീട്ടിൽ വഫാത്തിന്റെ കുറച്ചു കാലങ്ങൾ മുമ്പ് വരെ ആ പൂമുഖത്തിരിക്കുമ്പോ ഒരു പരുന്ത് സ്ഥിരമായിട്ട് ഒരു 11 മണിയാവുമ്പോ ഇത്ര അകലത്തിൽ അവിടെ വന്നിങ്ങനെ നിൽക്കും. അപ്പൊ ഒരിക്കൽ ഞാൻ ചോദിച്ചത്, എന്താ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ പരുന്ത് വന്നിങ്ങനെ അവിടെ ഇരിക്കുന്നു? അപ്പൊ എന്നോട് പറഞ്ഞത്, അത് എന്നോട് സങ്കടം പറയാൻ പറഞ്ഞതാണോട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മരങ്ങളും മൃഗങ്ങളും എന്ന് വേണ്ട എല്ലാം സങ്കടം പറഞ്ഞതായി നമുക്കെല്ലാം അറിയല്ലോ. അപ്പൊ അതിന്റെ ഒരു പിൻതലമുറക്കാരനായി ആ ഒരു വംശത്തിൽ നമുക്ക് മാതൃകയായി കാണാൻ പറ്റിയ ഏക വ്യക്തിത്വം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. മഹാനവറുകളുടെ കൂടെ നടന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല 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 മഹാന്മാരെ കാണാൻ കഴിയും. ആ കണ്ണ് നമുക്ക് ഉണ്ടായി. അതിന്റെ കാരണം എന്താ? ഉപ്പാപ്പന്റെ കൂടെ പോകുമ്പോ, ഉപ്പാപ്പ എവിടെയെങ്കിലും അതേപോലെ മഹാന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കൂട്ടും എന്ന് വേണ്ട, ഒരുപാട് യാത്രയിലും കൂട്ടും. ആ സമയത്തൊക്കെ പറഞ്ഞു കൊടുക്കും, ഇതൊന്നെന്തെങ്കിലും മകനാണ്, എന്റെ പേരമക്കളാണ്. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു ഭാഗ്യം അവരുടെ സുഹബത്താണ്. നമുക്കറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്ഥിരമായിട്ട് ഹിദ്മത്ത് ചെയ്യുന്ന ആളായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഇങ്ങനെ ഹിദ്മത്ത് ചെയ്തപ്പോ റസൂലുള്ളാഹിനോട് എന്താ ചോദിച്ചത്? അസ്അലുക മുറാഫതക ഫിൽ ജന്ന. അതുപോലെ ചോദിക്കാൻ നമുക്ക്, ആ ചോദിച്ച അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ത് അസ്അലുക മുറാഫക. റസൂലിന് സ്വർഗം കൊടുക്കാൻ കഴിയോ? സ്വർഗം കൊടുക്കാൻ കഴിവുള്ള അല്ലാഹുക്കല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് മഹാന്മാരോട് പോയിട്ട് ചോദിക്കുക, അതിനുള്ള ഒരു തെളിവും കൂടിയാണ്. നമ്മൾ ഉപ്പാപ്പനോട് പറയാണ് ഇന്ന കാര്യം ശരിയായി കിട്ടണം, അൽഹംദുലില്ലാഹ് ശരിയാവും. കാരണം ഞാൻ 2013 ഹജ്ജിന് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോ, ഹജ്ജിന്റെ ലാസ്റ്റ് അപേക്ഷയ്ക്ക് കൊണ്ടു കൊടുക്കുമ്പോ 5 മണിയായി. അപ്പൊ ഹജ്ജ് കമ്മിറ്റി കരിപ്പൂർന്ന് അവിടുത്തെ ഓഫീസിലുള്ള ആള് പറഞ്ഞു, തങ്ങളെ ഞാനും എന്റെ ഭാര്യക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോണത്. അന്നത്തെ കാലത്ത് ചെവി ഇങ്ങനെ പുറത്താക്കിയിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന സ്ത്രീകളെ, പക്ഷെ ഞാൻ അന്ന് എടുത്തപ്പോൾ കവർ ചെയ്തിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, പിന്നെ തങ്ങള് 5 മണി ആയത് ക്ലോസ് ചെയ്യും, പക്ഷെ നിങ്ങൾ വന്നത് കൊണ്ട് ഈ ഫോം ഞാൻ ഇവിടെ സ്വീകരിച്ചു വെക്കാം. ഉടനെ തന്നെ പോയിട്ട് ഭാര്യയുടെ പുതിയ ഫോട്ടോ എടുത്ത് വന്ന് ഇന്ന് 12 മണിന്റെ ഉള്ളിലായാലും വേണ്ടിയില്ല ഇവിടെ കൊണ്ടു കൊടുക്കണം. അങ്ങനെ ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോയി, ഭാര്യയെ കൂട്ടി സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തു, തിരിച്ചു കൊണ്ടുവന്നു കൊടുത്തു. അന്നത്തെ കാലത്ത് ഗവൺമെന്റിൽ കൊടുത്താൽ 4ാമത്തെ പ്രാവശ്യം കിട്ടും. 1ാമത്തെ പ്രാവശ്യം, 2ാമത്തെ പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യം ഒന്നും കിട്ടിയില്ലെങ്കിൽ 4ാമത്തെ പ്രാവശ്യം കിട്ടുന്ന ഒരു അവസ്ഥ ഉള്ള കാലം. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഏതായാലും ഇപ്പൊ കൊടുത്താൽ കിട്ടുമല്ലോ. അതിന്റെ മുമ്പ് ചോദിച്ചപ്പോ എന്നോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, മർക്കസിന്റെ ഇല്ലടോ, അല്ലെങ്കിൽ SYSന്റെ അതിൽ പോയി കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്, പോരാത്തതിന് പൈസയും കുറവാണ്. അങ്ങനെ അതുമായിട്ട് തിരിച്ചു കൊണ്ടു കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോ അന്ന് അവിടെ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ അപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന ആള്. അദ്ദേഹം എറണാകുളം ഭാഗത്തുള്ള ആളാണ്. അങ്ങനെ ഞാനത് അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു അടുത്ത കൊല്ലക്കല്ലേ കിട്ടുള്ളൂ. എന്തിനു പറയുന്നു, കറക്റ്റ് സെലക്ഷൻ കഴിഞ്ഞ് ഒരു 3:30 മണി സമയത്തുണ്ട് ഇയാള് വിളിക്കുന്നു. അദ്ദേഹം വിളിച്ചിട്ട് ചോദിക്കുക, നിങ്ങൾ അന്ന് ലാസ്റ്റ് വന്ന തങ്ങളല്ലേ? ആണ്. എന്താ? നിങ്ങൾക്ക് ഹജ്ജ് കിട്ടിയിരിക്കുന്നു. പക്ഷെ ഹജ്ജ് കിട്ടിയാലും അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. കാരണം
അന്ന് എനിക്കൊരു വയസ്സായ മകനുണ്ടായിരുന്നു. ഈ ഹജ്ജ് കമ്മിറ്റിന്റെ ഫോമില് നമ്മളതില് നമ്മളെ കൂടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ സ്ത്രീ, അതുപോലെ ചൈൽഡ് ഉണ്ടെങ്കിൽ ചൈൽഡ്, കിഡ് ഉണ്ടെങ്കിൽ കിഡ്, ഇങ്ങനെ പ്രത്യേകമായി കോളങ്ങളുണ്ടാവും. ഞാൻ എന്റെയും ഭാര്യന്റെ ഇതേ കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ 4ാം കൊല്ലല്ലേ കിട്ടാൻ പോവാന്നൊക്കെ വിചാരിച്ചതാ. പക്ഷേ ഇത് കിട്ടിയപ്പോ അവരെ പോയി പറഞ്ഞപ്പോ അവര് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാനൊന്നും പറ്റൂല, ഇതൊക്കെ നേരെ ബോംബെ ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് സെലക്ട് ചെയ്ത് വരുന്നതാണ്. ഒന്നുകിൽ നിങ്ങളെ യാത്ര റദ്ദ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ കുട്ടീനെ എവിടെ വെച്ച് പോകും വേണ്ടി വരും. പ്രത്യേകിച്ചും സ്ത്രീകളെ സ്വഭാവം എന്താ? ഒരു വയസ്സായ കുട്ടീനെ ഇവിടെ ഇട്ട് പോകാൻ നിൽക്കുവോ? നീ സ്വർഗം തരാന്ന് പറഞ്ഞാൽ തന്നെ പെണ്ണുങ്ങൾ കുട്ടികൾ എന്നറിയുമ്പോൾ ബേജാറാവും. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും? അപ്പൊ മഹാനവറുകൾ വീട്ടിലുണ്ടാകുമ്പോ ഞാൻ പോയി ചോദിച്ചു, ഇതിനൊരു പരിഹാരം വേണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, അതിനെന്താണ് ഈ അയാളോട് ഓരോട് പോയിട്ട് പറയും, അവിടെ പോയിട്ട് പറയും കുട്ടിനെ കൂട്ടണം. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ കേൾക്കൂലല്ലോ പാപ്പ. ഉടനെ തന്നെ പറഞ്ഞു ഈ അവരോട് പോയി പറയാന്ന് പറഞ്ഞപ്പോ ഞാൻ അത് അനുസരിച്ചുകൊണ്ട് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വിഷയമുണ്ട്, എന്റെ കുട്ടി നിങ്ങൾ എടുക്കണം. അപ്പൊ ഒരു പറഞ്ഞു നിങ്ങളൊരു മെയിൽ ചെയ്യൂ, ഈ മെയിലിന്റെ റിപ്ലൈ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് എന്താകാം, പോകാം, അതല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ അന്ന് യക്കീനാക്കി ഇത് പറഞ്ഞത് പാപ്പല്ലേ, കാരണം അന്ന് അത് കിട്ടിയല്ല ആദ്യത്തെ, ഇത് കിട്ടും. അപ്പൊ അത് പറഞ്ഞതുപോലെ 2 ദിവസം കഴിയുമ്പോൾ ബോംബെ ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നും എനിക്ക് മെയിൽ വന്നു, കുട്ടിയെ തെരഞ്ഞെടുത്തു. അപ്പൊ കുട്ടിനെ കൊണ്ടുപോകുമ്പോ പിന്നെ അതിന്റെ ഒരു ബേജാറായി. അപ്പൊ അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു, അല്ല പാപ്പ ഈ കുട്ടിനെയും കൊണ്ട് പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടാവൂലേ, ചെറിയ മോനല്ലേ, ഈ ഹജ്ജ് എന്ന് പറയുമ്പോ വലിയ സംഭവമാണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞാൽ എടോ മൂക്ക് വേറക്കാത്ത ഹജ്ജ് നിനക്ക് ചെയ്യാൻ കഴിയും, മൂക്ക് വേറക്കാത്ത ഹജ്ജ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ 2013 ഞാൻ ഹജ്ജിന് പോകുന്ന സമയത്ത് അവിടെ വലിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയം. അന്ന് ഒരുവിധം ഒരു പ്രൈവറ്റ് പാർട്ടികളെ ഒന്നുമില്ല ഇന്ത്യയിലെന്നല്ല, വളരെ 15% ആളുകളെ മാത്രം സെലക്ട് ചെയ്ത ഒരു ഹജ്ജാണ്. ആ ഹജ്ജിലേക്കാണ് ഞങ്ങൾ എത്തിപ്പെടുന്നത്. അപ്പോ അവിടെ എത്തി നോക്കുമ്പോ ഹജ്ജിന് ഇൻഷാ അല്ലാഹ് അവിടെ എത്തി മീനയിലേക്ക് പോയപ്പോ മീനയിൽ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് 4 ആൾക്ക് ആ ബസ്സിൽ സീറ്റ് മിസ്സായി. മീനയിൽ ഖബറിന്റെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങളുള്ള സ്ഥലമാണ് മീനായിലെ ഓരോ ഇടങ്ങളും. അപ്പൊ കിടക്കാൻ സ്ഥലമില്ല. മുത്തവീഫിനോട് പോയി പറഞ്ഞപ്പോ അവര് ഞങ്ങളെ 4 ആളെയും കൂട്ടിയിട്ട് സൗദിന്റെ ടെമ്പുണ്ട്, സൗദി അതായത് സൗദി അറേബ്യയിലെ ആളുകൾ വന്ന് രാത്രി കൂടും. അങ്ങനെ അവര് രാത്രി മാത്രമേ രാപ്പാർക്കാൻ വരൂ, നിങ്ങൾ ഇവിടെ നിൽക്കൂന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ വളരെ ചിങ്ങി നേരങ്ങി ഇങ്ങനെ നിൽക്കുക, നമ്മളെ തമ്പ് ഇവിടുന്ന് തൊട്ടിട്ട് ആ ഗേറ്റ് വരെ കാലിയാ, ഫുള്ള് ബെഡു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് കണ്ട ഉപ്പാപ്പാന്റെ ഓരോ ഹെറക്കാത്ത് സെക്കനാത്തിന്റെ പൗറാണത്. അൽഹംദുലില്ലാ അത് കഴിഞ്ഞ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ തൊട്ടടുത്ത് UAE-ന്റെ ടെന്റാണ്. UAE-ക്കാർ വലിയ വലിയ ആളുകളായതുകൊണ്ട് നമ്മൾ കുട്ടീനെയൊക്കെ കണ്ടപ്പോ ഭക്ഷണം അവരിവിടെ കൊണ്ടുതരാം. അതാണ് മഹാനവറുകൾ പറഞ്ഞത് മൂക്ക് വേർക്കാത്ത ഹജ്ജ്. ഈ മൂക്ക് വേർക്കാത്ത ഹജ്ജ് ചെയ്യാനുള്ള കാരണം മഹാനവറുകളുടെ ഒരൊറ്റ വാക്കാണ്. നമുക്കറിയാം സുന്നത്തി ജമാഅത്തിന്റെ എല്ലാ സ്ഥലത്തും പാപ്പാന്റെ ഒരു ശക്തി എവിടെ ഇല്ലാത്ത നമുക്കറിയാം. വലിയ രാഷ്ട്രീയക്കാരുടെ കുതന്ത്രങ്ങൾ പയറ്റിയ സമയം രാഷ്ട്രീയക്കാര് അവരുടേതായ എല്ലാ കുതന്ത്രങ്ങളും പയറ്റി 2004 ഇലക്ഷനിൽ നമുക്കറിയാം മലപ്പുറത്ത് ഒരിക്കലും LDF ജയിക്കുന്ന അവസ്ഥയില്ല. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് മഹാനവറുകൾ അവിടെ ഇലക്ഷന് നിൽക്കുന്ന ഇടതുപക്ഷ പാർട്ടിന്റെ ആള്. അപ്പൊ അദ്ദേഹം സിൽവർ ജൂബിലിയിൽ വെച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. വെറുതെ കൈകൊണ്ട് തക്ബീർ ചൊല്ലിയാ പോരാ, സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾക്ക് ഹജ്ജ് കമ്മിറ്റിയിലും വഖഫ് ബോർഡിലും ഒന്നും സ്ഥാനം തരാത്ത ആളുകളെ നിലക്ക് നിർത്തുകയും പഠിപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മളെ റഈസുൽ ഉലമ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എ പി ഉസ്താദ് സുലൈമാൻ ഉസ്താദ് എന്നൊരു വർത്തമാനം പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ വോട്ട് ചെയ്തിട്ടില്ല. അന്ന് വോട്ട് ചെയ്യാൻ കാരണം തങ്ങളുപ്പാപ്പ അങ്ങനെ
അവിടെ വെച്ച് പറഞ്ഞപ്പോ ഞാനും എന്റെ കുട്ടികളും ഒക്കെ ചെയ്തു പോട്ട് അൽഹംദുലില്ലാ അതിന്റെ ഫലം കണ്ട് ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഉപ്പാപ്പനോട് പറഞ്ഞു, രാവിലെ അങ്ങനെ ചായ കുടിക്കാൻ നിലത്തിരിക്കുമ്പോ പാപ്പ നാളെ നമ്മളെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ്, നമ്മള് വിജയിച്ചില്ലെങ്കിൽ നമുക്ക് സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്തിന് കുറവ് വരും. അപ്പോ ഇതുവരെ നടന്ന ഇലക്ഷനിലൊക്കെ മുസ്ലിം ലീഗിനെ തോൽപ്പി പ്രത്യേക പാർട്ടിയാണ്, ഞാൻ പേര് പറഞ്ഞിന്ന് കുഴപ്പമാക്കണ്ട, അങ്ങനെ എല്ലാവർക്കും തിരിഞ്ഞു. അതുകൊണ്ട് നമ്മളെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നമ്മൾ പല ശ്രമങ്ങളും നടത്തിയപ്പോഴും നടന്നിട്ടില്ല. പക്ഷേ പാപ്പാന്റെ ഒരു വാക്കിന്റെ ഫലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പാപ്പാനോട് പറഞ്ഞപ്പോ പാപ്പ എടുത്ത് വായിക്കി പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി, നാളെ റിസൾട്ട് വരുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ അതിന്റെ പണിയെടുക്കും, എനിക്ക് സംശയം ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒരു സംശയവും ഇല്ല, പാപ്പ എടുത്താ മതി, രാവിലെ വിവരം അറിയും. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു നോക്കുമ്പോ ഏകദേശം 40,000 മുകളിൽ വലിയൊരു ഭൂരിപക്ഷത്തിന് നമുക്ക് സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്ത് ഉണ്ടാകുന്ന കോലത്തിൽ ആ സ്ഥാനാർത്ഥി ജയിക്കും. അപ്പോ അദ്ദേഹം പിന്നെ ഉടനെ സ്ഥാനാർത്ഥിന്റെ ഫോണാണ്, എന്തിന് ഒന്ന് ആ പറഞ്ഞതിനൊന്നൊരു മൂപ്പർക്ക് ഒരു ആശംസ പറയാൻ. സ്ഥാനാർത്ഥി വിളിച്ചിട്ട് ഫോണിൽ ചോദിക്കുകയാണ്, എന്ത് തങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ, ഒരു സന്തോഷം അറിയിക്കാനാ. ഉടനെ പാപ്പാന്റെ വർത്താനം എന്താ പറയുക, നമ്മള് ജയിച്ചിട്ടുണ്ട്, സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്ത് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ, എന്നെ കാണാനൊന്നും വരണ്ട. അതാണ് ഒരു ഉഹറവിയായ ആലിമിന്റെ ലക്ഷണം. എല്ലാ സ്ഥലത്തും നമുക്ക് കാണാം ഉപ്പാപ്പന്റെ ഓരോ പ്രവർത്തനങ്ങളും. ഏത് പ്രവർത്തനത്തിലാണ് നമുക്കത് കാണാൻ കഴിയാത്തത്? നമുക്കറിയാം, നമ്മുടെ നോളജ് സിറ്റി ഇത് തുടങ്ങുന്ന സമയത്തും അത് വേണ്ട, എത്ര പാടുപെട്ട് ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി AP ഉസ്താദ് അവർക്ക് വേണമെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഏറ്റവും വലിയ പണ്ഡിതനെ കൊണ്ടെന്ന് അതിന്റെ കുറ്റിയടിക്കാൻ പറ്റും. പക്ഷേ അവിടെയും തെരഞ്ഞെടുത്തത് നമ്മുടെ ഉപ്പാപ്പനെ. നമുക്കറിയാം, കേരളം എന്നല്ല കർണാടക മുഴുവൻ സ്ഥലങ്ങളിലുമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനത്തിന്റെ ആണിക്കല്ല് ബഹുമാനപ്പെട്ട ഉപ്പാപ്പയാണ്. അല്ലാഹു ആ ഉപ്പാപ്പയുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. കാരണം കർണാടകയിലേക്കൊക്കെ പോകുമ്പോൾ കാളവണ്ടി യുഗത്തിലാ പോയത്, നിങ്ങളൊക്കെ ആ ചരിത്രം കേട്ടിട്ടുണ്ടാവും. അവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രാസംഗികന്മാരും ഒരുപാട് ദഅവത്തും വയലും നടക്കുന്ന സമയത്ത് ആ കർണാടകയുടെ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ആ ചാരത്ത് പോയിക്കൊണ്ട് അവിടെ ദർസ് നടത്താൻ മഹാൻ അവർക്ക് പ്രത്യേകം നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. പാപ്പന്നെ പറയാറുണ്ട്, പള്ളിപ്പടി മസ്താൻ എറണാകുളം ഭാഗത്ത്. കാരണം ബാക്കിയാത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മഹാൻ അവരുടെ അമോഷനാണ് സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ രാമന്തളി. ഒരുപാട് തെരീഖത്തിന്റെ ഷെയ്ഖാണ് അവർ. അപ്പൊ അവരോടൊന്ന് വിവരം പറയാമെന്ന് വിചാരിച്ച് എറണാകുളം ഭാഗത്ത് പോയപ്പോഴാണ് ഈ പള്ളിപ്പടി മസ്താനെ കണ്ടുമുട്ടുന്നത്. അപ്പൊ പറയും, അവരൊക്കെയാണ് എന്നെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത്. അത് നിർദ്ദേശപ്രകാരം പോകുന്ന റൂട്ടാണ്. ഒരു നിർദ്ദേശത്തിൽ പോകുന്ന റൂട്ട് ഒരിക്കലും തെറ്റിപ്പോകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർണാടകയിലെ പ്രവർത്തകർ അൽഹംദുലില്ലാ, ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഇവിടെ ഇപ്പൊ 3 ദിവസം എല്ലാവർക്കും എല്ലാ നേരവും ഭക്ഷണം കൊടുക്കും. അതിന്റെ മെയിനായിട്ട് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഖാലിദാജി, അതുപോലെ സാദരിക മദനി, നമ്മുടെ സിറാജ് ഇരുവേരി തുടങ്ങി ഇങ്ങനെയുള്ള പ്രവർത്തകന്മാരുടെ ഓട്ടം കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ സാധാരണ ഓട്ടമല്ല. സാധാരണക്കാരൻ ഇങ്ങനെ 3 ദിവസം ഒന്നും പാഞ്ഞു ഓടി നടക്കാൻ കഴിയില്ല. ഇതിനൊക്കെ പ്രത്യേകമായ മദതുണ്ട്. നമുക്ക് നമ്മളൊരു വീട്ടിലൊരു പരിപാടി നടക്കുകയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ തന്നെ നമ്മൾ കുഴഞ്ഞു വീണു. കാരണം നടക്കാൻ കഴിയില്ല, അത് ചോദിച്ചാ അറിയാം. പക്ഷേ അവർ ഈ കയറുന്ന ആളുകളെ, ഈ ജനലക്ഷങ്ങൾക്ക് മുഴുവനും ഭക്ഷണങ്ങളും മറ്റുമെല്ലാം അതിൻ്റെതായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാനുള്ള കഴിവ് അവർക്ക് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പാപ്പന്റെ പൊരുത്തമുള്ള ഒരു ഭക്ഷണം ആയിക്കൊണ്ട് ആർക്കെങ്കിലും വല്ല രോഗങ്ങളും
ഉള്ളവരാണെങ്കിൽ അത് കഴിക്കുന്ന കാരണം കൊണ്ട് അവരുടെ ശരീരത്തിലുള്ള ആ രോഗം അല്ലാഹു മഹൂഫാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഉപ്പാപ്പന്റെ മദത് ലഭിക്കുന്ന ഒരു കൂട്ടത്തിലും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഉപ്പാപ്പ കാണിച്ച വഴിയിൽ നമുക്ക് നിലനിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.